വീണ്ടും ഒരു ക്രിസ്മസ് കാലം വന്നെത്തിയിരിക്കുന്നു. ഒരു പൂർണ്ണ മനുഷ്യനായി ബെത്ലഹേമിൽ ജനിച്ച് ജെറുസലേമിലും ശമരിയായിലും യഹൂദിയായിലെ കൈസരിയിലുമൊക്കെയായി ചുറ്റി സഞ്ചരിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദരിദ്രരുടെയും അഗതികളുടെയും വിധവകളുടെയും സംരക്ഷണത്തിനും വിമോചനത്തിനുമായി പ്രവർത്തിച്ച ഒരു നന്മ സ്വരൂപിയായ ദൈവപുത്രൻ്റെ ജനനമാണ് നാം കൊണ്ടാടാൻ പോകുന്നത്. കേരളത്തിൻ്റെ ക്രിസ്തീയ പാരമ്പര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ വിഷയമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു. ഓർക്കുക, യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ സെയിൻറ്റ് തോമസ് ഇന്ത്യയിലെത്തിയിരുന്നു. അതിനാൽ മാർത്തോമ വിശ്വാസികളുടെ ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ ചരിത്രം പല യൂറോപ്യൻ രാജ്യക്കാരെക്കാൾ മുന്നേയുള്ളതാണ്. അതിനാൽ അവർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. BC കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന് ഗ്രീസുമായും റോമുമായുമൊക്കെ നല്ല രീതിയിലുള്ള വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് കണ്ടും തൊട്ടും അറിഞ്ഞ് വിശ്വസിച്ച ശിഷ്യനാണ് സെയിൻറ്റ് തോമസ്. ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ലോകം മുഴുവൻ അറിയിക്കാൻ ശിഷ്യന്മാർ അവരുടെ മിഷണറി പ്രവർത്തനങ്ങളുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി. അങ്ങനെ സെയിൻറ്റ് തോമസ് എത്തിയത് കേരളത്തിലാണ്. AD 52 സെയിൻറ്റ് തോമസ് മുസിരിസിനടുത്ത് മാലിയങ്കര എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി. ആ മേഖലകളിലുണ്ടായിരുന്ന ഒട്ടേറെ ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. സെയിൻറ്റ് തോമസിൻ്റെ പ്രവർത്തന ഫലമായി 7 പള്ളികൾ സ്ഥാപിച്ചു. മാലിയങ്കര, പാലയൂർ, കൊട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിച്ചു. കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരി പ്രദേശങ്ങളിലാണ് അദ്ദേഹം പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ആ ദേവാലയം കടൽക്ഷോഭം വന്ന് നശിച്ചുപോയി. AD 4-ാം നൂറ്റാണ്ടിൽ ഏതാനും ക്രിസ്ത്യാനികൾ കൊല്ലത്ത് നിന്നും തേവലക്കരയിൽ വന്ന് താമസം ആരംഭിച്ചു. അവരുടെ നിതാന്ത പരിശ്രമ ഫലമായിട്ടാണ് തേവലക്കര പള്ളി സ്ഥാപിതമായത്. കൊല്ലം ജില്ലയിൽ ദേവപാലകർക്കര അല്ലെങ്കിൽ ദേവലോകക്കര എന്ന പേരിൽ നിന്നാണ് തേവലക്കര എന്ന പേരിൻ്റെ ഉത്ഭവം. ദൈവത്തിൻ്റെ നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ആദ്യ നൂറ്റാണ്ടുകളിൽ AD 3-4 നൂറ്റാണ്ടുകൾ വരെയും റോമിലും യൂറോപ്പിലുമൊക്കെ ക്രിസ്ത്യാനികൾ കടുത്ത രീതിയിൽ തന്നെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ ആ കാലങ്ങളിലൊക്കെ തന്നെ ക്രിസ്തുമതത്തിന് കേരളത്തിൽ വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു. സ്ഥാണു രവി ചേര ചക്രവർത്തിയായി ഭരണം നടത്തുന്ന കാലത്ത് വേണാട്ടിലെ നാടുവാഴിയായിട്ടുള്ള അയ്യനടികൾ തിരുവടികൾ പുറപ്പെടുവിച്ച തരിസാപ്പള്ളി ചെപ്പേടിൻ പ്രകാരം കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെട്ട നിരവധി ആനുകൂല്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഭിന്നരായിരുന്നെങ്കിലും സമൂഹ ജീവിതത്തിൽ പ്രബലരായിട്ടുള്ള ഉയർന്ന ഹിന്ദുക്കളുടെ ജീവിതത്തിന് സമാനമായ സ്ഥാനവും മാന്യതയും നൽകിയിരുന്നതായും കാണാം. പള്ളികളുടെയും സംഘടനകളിലും ആചാരങ്ങളിലുമൊക്കെ ആ കാലത്ത് കേരള സംസ്കാരത്തിൻ്റെ സ്വാധീനവുമൊക്കെ ചേർന്ന് ആദ്യകാലത്തെ ക്രിസ്ത്യാനികളെ പൊതുവെ സിറിയൻ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചിരുന്നത്. മതവിധികൾക്ക് അവർ സിറിയൻ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. മധ്യകാലത്ത് കൊല്ലത്ത് വന്നെത്തിയ ലാറ്റിൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി ആരാധനയ്ക്ക് ലാറ്റിൻ ഭാഷയും ഉപയോഗിച്ചു തുടങ്ങി. 1498 പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുകയും ഇവിടെ പുതിയൊരു ഭരണക്രമത്തിന് തുടക്കമിടുകയും ചെയ്തു. അവരുടെ രാഷ്ട്രീയ ശക്തി ഉറയ്ക്കുകയും അവർ ഇവിടെ നിർണായകമാവുകയും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ലാറ്റിൻ ഭാഷയിലുള്ള പ്രാർത്ഥന കൂടി പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് കാണുന്ന പല ആഘോഷ രീതികളും യൂറോപ്യൻ ശൈലിയിലുള്ളവയാണ്. അതിൽ നിന്ന് കുറച്ച് മാറി പാരമ്പര്യ സ്റ്റൈലിൽ പ്രസിഡൻഷ്യൽ ട്രോഫി വള്ളം കളി നടത്തിയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമ്മൾ കളറാക്കാൻ പോകുന്നത്. 10ാമത് പ്രസിഡന്റ് ട്രോഫി വള്ളംകളിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 4ാം സീസൺ ഫൈനൽ കൂടിയാണ് കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ ഡിസംബർ 21 നടന്നത്.
കോട്ടയം താഴത്തങ്ങാടിയിൽ തുടങ്ങി കൈനകരി പമ്പയാറ്റിൽ മുറുകി ചെങ്ങന്നൂര് പാമ്പനാട് കരുവാറ്റയിലും അതുപോലെ കായംകുളത്തും പോർ വിളിച്ച് കഴിഞ്ഞാണ് കൊല്ലം അഷ്ടമുടിയിൽ 4ാം സീസൺ ഫൈനലെത്തിയിരിക്കുന്നത്. BBC കാരിച്ചാൽ, BBC വിയപുരം, നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം, UBC തലവടി, KBCയുടെ മേൽപ്പാടം, പുന്നമട ബോട്ട് ക്ലബിൻ്റെ ചമ്പക്കുളം, KTBCയുടെ നടുഭാഗം, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിൻ്റെ പായിപ്പാടൻ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ വലിയ ദിവാഞ്ചി, അങ്ങനെ 9 പടക്കപ്പലുകളാണ് മത്സരത്തിനിറങ്ങിയത്. വിടർത്തി വെച്ച കൈപ്പത്തിയുടെ ആകൃതിയിൽ 8 ശിഖരങ്ങളോടുകൂടിയ കായലാണ് അഷ്ടമുടി കായൽ. 16 കിലോമീറ്റർ നീളവും കേരളത്തിലെ 2ാമത്തെ വലിയ തടാകം. നീണ്ടകര അഴിമുഖത്തിലൂടെ അറബിക്കടലിൽ പതിക്കുന്ന കായലാണ്. അഷ്ടമുടി കായലിൽ വെച്ചാണ് വള്ളംകളി നടന്നത്. അഷ്ടമുടിയുടെ 8 മുടികളാണ് തേവള്ളി, കണ്ടച്ചിറ, കുരിപ്പുഴ, തെക്കുംഭാഗം, കല്ലട, പെരുമൺ, കുമ്പളത്ത്, കാഞ്ഞിരോട്. ആ അഷ്ടമുടിയാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഫൈനലിന് സാക്ഷിയായത്. ആദ്യ ഹീറ്റ്സ് മത്സരം ചമ്പക്കളവും കാരിച്ചാലും നടുഭാഗവും തമ്മിലായിരുന്നു. അതിൽ കാരിച്ചാൽ വിജയിച്ചു. രണ്ടാമത്തെ ഹീറ്റ്സ് വിയപുരവും പായിപ്പാടനും തലവടിയും തമ്മിലായിരുന്നു. അതിൽ വിയപുരമാണ് വിജയിച്ചത്. മൂന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിച്ചത് മേൽപ്പാടവും വലിയ ദിവാഞ്ചി നിരണമാണ്. അതിൽ നിരണം വിജയിച്ചു. പിന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ നടന്നു. പിന്നെ ലൂസേഴ്സ് ഫൈനൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഫൈനൽസ്. പിന്നിലെ സ്ഥാനക്കാരായ മേൽപ്പാടം, പായിപ്പാടൻ, വലിയ ദിവാൻജി തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ മേൽപ്പാടമാണ് വിജയിച്ചത്. വള്ളംകളി ഒരു വലിയ ദൃശ്യ ഭംഗി തന്നെയാണ്. ആ തുഴച്ചിലിൻ്റെ സൗന്ദര്യം അത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അടുത്തതായി നടക്കുന്നത് ലൂസേഴ്സ് ഫൈനലാണ്. അതിൽ ചമ്പക്കുളം, നടുഭാഗം, തലവടി ഈ 3 ബോട്ടുകളാണ് മത്സരിച്ചത്. തലവടിയാണ് ലൂസേഴ്സ് ഫൈനൽ ജയിച്ചത്. ഇനിയാണ് ഫൈനൽ. കാരിച്ചാലും വിയപുരവും നിരണവും തമ്മിലുള്ള ഫൈനൽ. ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ 49 പോയിന്റുകളുമായി കാരിച്ചാൽ 1ാമതും 47 പോയിന്റുമായി വിയപുരം 2ാമതും 40 പോയിന്റുമായി നിരണം 3ാമതുമാണ്. അപ്പോൾ ഇതിൽ ജയിക്കുക മാത്രമല്ല, കാരിച്ചാൽ 3ാമത് പോയാൽ മാത്രമേ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വിയപുരത്തിന് ലഭിക്കുകയുള്ളൂ. വളരെ വാശിയേറിയൊരു ഫൈനലായിരുന്നു. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ വിയപുരം ജയിച്ചു. കാരിച്ചാൽ 2ാമത് ഫിനിഷ് ചെയ്തു. അങ്ങനെ പ്രസിഡൻഷ്യൽ ട്രോഫി വിയപുരത്തിന് ലഭിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കാരിച്ചാലിന് കിട്ടി. ഇന്നത്തെ ഈ ആവേശോജ്വലമായ മത്സരത്തിൽ ഇന്നത്തെ ചാമ്പ്യൻ ട്രോഫിയുടെ ജേതാവായത് മറ്റാരുമല്ല, വിയപുരം ചുണ്ടനാണ്. വില്ലേജ് ബോട്ട്